നമ്മളിത് പോകുന്നത് കണ്ണേങ്കാവ് പൂരം കാണാനുണ്ടോ. ഈ കണ്ണേങ്കാവ് പൂരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ന് 2 വർഷത്തോളമായിട്ട് വെടിക്കെട്ടിന് അനുമതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് അനുമതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങൾ നമ്മൾ കണ്ണേങ്കാവ് എവിടെയെന്നൊക്കെ ഉള്ളത് ഞാനിത് പറഞ്ഞുതരാം. ഇത് നമ്മളെ കുറ്റിപ്പുറം പാലമാണ്. നമ്മളെ കുറ്റിപ്പുറം പാലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കുറ്റിപ്പുറം പാലമൊക്കെ. കുറ്റിപ്പുറം പാലം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +1 +2ലാണെന്ന് തോന്നുന്നു നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കുറ്റിപ്പുറം പാലത്തെ പറ്റി. അപ്പോൾ ഈ കുറ്റിപ്പുറം പാലത്തിൻ്റെ മേലെക്കൂടുള്ള യാത്ര എന്ന് പറയുന്നത് അത് മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതിനപ്പുറം തന്നെ ഹൈവേ ഉണ്ട്. നമ്മൾ ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്ത കുറേ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറ്റിപ്പുറത്തിൻ്റെ അതിമനോഹരമാണ്. ഇന്ന് നമുക്ക് നമ്മുടെ കാഴ്ചയിലേക്ക് വരാം. കണ്ണേങ്കാവിലേക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു നേരെയാണ് പോയി കാണുന്നത്. ഇത്രയും ജനങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ പുറകിലും മുന്നിലായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കണ്ണേങ്കാവിനെ പറ്റി പറയാം. മലപ്പുറം ജില്ലയിലെ മൂക്കുതലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രധാന ഉത്സവമാണ് ഈ കണ്ണേങ്കാവ് പൂരം എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ തീയതി വരുന്നത് എല്ലാം 2026 ജനുവരി 16 വെള്ളിയാഴ്ച, മകരമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടെ ഉത്സവം നടക്കാറുണ്ട്. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഓരോ ദേശക്കാരും തമ്മിൽ ഭയങ്കര മത്സരമാണ്. കാരണം അത് ഓരോ ദേശക്കാരും അവർക്ക് വേണ്ട ഇത് അലങ്കരിച്ചിട്ട് ഓരോ ദേശത്തിൻ്റെ പേരും അവർ ഫ്ലെക്സിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിമനോഹരമായിട്ടാണ് അവർ എന്താ പറയുക ചമയിച്ചിട്ടുള്ളത്. 2 സൈഡിൽ നല്ല LED ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. നടന്നു പോകുമ്പോൾ ഇവിടെ മെയിനായിട്ട് കരിങ്കാളിയാണ്. നമ്മൾ ഈ കരിങ്കാളികളുടെ ഒരു പൂരമായിട്ടാണ് നമ്മളെ കണ്ണേങ്കാവ് പൂരം. ഏറ്റവും കൂടുതൽ കരിങ്കാളികൾ നമ്മളെ ഈ ടെമ്പിളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മെയിനായിട്ടുള്ള കരിങ്കാളി പൂരത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങുകളിൽ ഒന്നാണ് കരിങ്കാളി വരവ്. ഇവിടെ കൂടാതെ തിറ, കാളക്കളി, മുഖം, ചാത്തൻ കളി തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും അരങ്ങേറാറുണ്ട്. ഈ പണ്ട് കാലങ്ങളിലൊക്കെ അമ്പലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു തരം നമ്മളെ എന്താ പറയുക കുറേ പണ്ട് കാലം ആചരിച്ചിരുന്ന കുറേ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനത്തെ കണ്ണേങ്കാവ്, അതേമാതിരി വൈരങ്കോട് വേല, പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ ശുഗപുരം, അങ്ങനത്തെ ആ ഏരിയയിലേക്ക് പോയാലോട്ടെ. പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ട് നമ്മൾ ആ വരവുകളും ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനത്തെ നല്ല ഭംഗിയായിട്ടാണ് ഇവർ അറിയിച്ചൊരുക്കിയിട്ടുള്ളത്. അടിപൊളിയാണ്. ഇന്നലെ പോയിട്ട് ഭയങ്കര രസമായിരുന്നു. ഓരോ ഭാഗവും അതിൻ്റെ ഭംഗിയിൽ ഇവർ അണിയിച്ചിട്ടുണ്ട്.
വെടിക്കെട്ടിന് ശേഷം പുല്ലൊക്കെ ഒന്ന് തീ പിടിച്ചായിരുന്നു. അപ്പോൾ കെടുത്താൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സ് വന്നായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ തീ കടച്ചതിന് ശേഷമാണ് അടുത്ത സ്റ്റാർട്ട് ചെയ്തത്. വെടിക്കെട്ട് കഴിഞ്ഞ് പോകാനുള്ള ആൾക്കാരുടെ ഒരു തിരക്കാണ് കേട്ടോ അത്. ഇനി അടുത്തത് ഷുഗർപുരാണ്, നമ്മുടെ എടപ്പാൾ ഞായറാഴ്ചയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇനി എടപ്പാളിൽ വെച്ച് കാണാം. ഓക്കെ.